രക്ഷകനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 10-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മകനോ മകളോ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന മനുഷ്യനെ കണ്ടെത്തി രക്ഷിക്കുന്ന നല്ല ദൈവമാണ് നമുക്കുള്ളത്. നീ രോഗിയായി നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ പാപിയായി നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ മാനസികമായി തകർന്നു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ ദൂർത്തനായി തകർന്നു പോകുവാൻ ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ട് യേശു ക്രിസ്തു തന്റെ രക്തം കാൽവരി കുരിശിൽ ചിന്തി ഓരോ മക്കളെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നാം യേശു ക്രിസ്തുവിന് പകരമായി എന്തു കൊടുക്കും? നാം ചിന്തിക്കുക. നമ്മുടെ ജീവിതം യേശുവിന് സമർപ്പിക്കുമോ? നമ്മുടെ സമയം ദശാംശം ദൈവത്തിനായി സമർപ്പിക്കുമോ? നമ്മുടെ ആരാധനകൾ, സ്തുതികൾ ദൈവത്തിനായി സമർപ്പിക്കുമ്പോൾ നാം എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ യേശു സക്കേയൂസിന്റെ ഭവനത്തിൽ കടന്നു ചെന്ന് സക്കേയൂസിനെ വീണ്ടെടുത്ത് പറഞ്ഞതുപോലെ നമ്മെ നോക്കി പറയും: ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ ധൂർത്തപുത്രനെ പോലെ വീണ്ടെടുക്കാൻ, സക്കേയൂസിനെ പോലെ വീണ്ടെടുക്കുവാൻ ഈ ദൈവം നിന്നെയും നോക്കി നിന്റെ കുടുംബത്തെയും നോക്കി കാത്തിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. കർത്താവായ യേശുവിനോട് പറയാം: കർത്താവേ, അങ്ങ് എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ ദാനങ്ങളെയും പദവികളെയും അങ്ങയുടെ സ്നേഹത്തെയും ഓർത്ത് ഈശോയെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ഞാൻ പാടും കർത്താവേ, എൻ്റെ നാവ് കൊണ്ട് അങ്ങയെ സ്തുതിക്കും. ഞാൻ അങ്ങേക്ക് നന്ദി പറയും. ഞാൻ അങ്ങയെ ആരാധിക്കും. ഞാൻ അങ്ങയെ വാഴ്ത്തും. അങ്ങേകും ദാനങ്ങളോർത്താൽ, അങ്ങേകും പദവികളോർത്താൽ, അങ്ങെന്നെ സ്നേഹിക്കുന്നതോർത്താൽ ഞാൻ പാടും. എൻ്റെ യേശുവേ, ഞാൻ വാഴ്ത്തും എന്നേശുവേ. ഹല്ലേലൂയ. ഞാൻ പാടും, ഞാൻ വാഴ്ത്തും എന്നേശുവേ. നമുക്ക് ഏറ്റുപാടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ ദൈവമേ. ആമേൻ, ആമേൻ. ഓ എൻ്റെ യേശുവേ, ഓ കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശുവേ, അങ്ങേക്ക് ആരാധന. കർത്താവേ, അങ്ങയുടെ കൃപ മതി. കർത്താവേ, നിൻ കൃപകൾ മതി ഞങ്ങൾക്ക്. അങ്ങയുടെ പൊന്മുഖം കാണുമ്പോൾ കർത്താവേ, പൊന്മുഖം എൻ്റെ ദുഃഖങ്ങൾ മാറിയിടുമ്പോൾ എൻ ദുഃഖമെല്ലാം മാറിപ്പോകും. ഓ എൻ്റെ യേശുവേ, കർത്താവേ, അങ്ങെന്നെ നടത്തുന്നത് ഓർത്താൽ, കർത്താവേ, അങ്ങ് എനിക്ക് അന്നു വേണ്ടുന്നത് തന്ന് അനുഗ്രഹിക്കുന്ന കൃപയെ ഓർത്താൽ, കർത്താവേ, മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ അവിടുന്ന് മാനിക്കുന്നതിനെ ഓർത്താൽ, ഈശോയെ, എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതി പറഞ്ഞാലും പോരില്ല കർത്താവേ. അതിനേക്കാൾ ഉപരിയാണ് ഈശോയെ അങ്ങ് വലിയവനാണ് കർത്താവേ. അങ്ങ് ദേവാദി ദേവൻ, അങ്ങ് കർത്താദി കർത്തൻ. കർത്താവേ, അങ്ങേ പോലെ ഒരു ദൈവമില്ല ഈശോയെ. നടത്തുന്നതോർത്താൽ, അങ്ങെന്നെ പുലർത്തുന്നതോർത്താൽ, അങ്ങെന്നെ മാനിക്കുന്നതോർത്താൽ, ഓ എൻ്റെ യേശുവേ, ഞാൻ പാടും. ആമേൻ കർത്താവേ. എന്നേശുവേ, ഓ കർത്താവേ, ഞാൻ പാടും, ഞാൻ വാഴ്ത്തും എന്നേശുവേ. കർത്താവേ, ഞങ്ങൾ ഏറ്റുപാടുന്നു. ഹല്ലേലൂയ കർത്താവേ. കർത്താവേ, ഞങ്ങൾ ഒരേ സ്വരത്തിൽ ഏറ്റുപാടുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ കർത്താവേ.
യേശുവേ അങ്ങേക്ക് മഹത്വം. ആമേൻ കർത്താവേ. കർത്താവേ അങ്ങയുടെ സാന്നിധ്യം മതി, അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് മതി ഈശോയെ. നിൻ കൃപകൾ മതി ഞങ്ങൾക്ക്, നിന്നിമ്പസ്വരം കേട്ടിടുമ്പോ എന്റെ രോഗങ്ങളെല്ലാം മാറും കർത്താവേ. എല്ലാം മാറി. അതേ കർത്താവേ, അവിടുന്ന് ജഹോവ റാഫ. ഹല്ലേലൂയ ജീസസ്. ഓ ഹല്ലേലൂയ കർത്താവേ. കർത്താവേ ഹല്ലേലൂയ. ആമേൻ ആമേൻ ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, ഞങ്ങളുടെ രോഗാവസ്ഥയിലേക്ക് കടന്നു വരണമേ, ഞങ്ങളുടെ ഇല്ലായ്മയിലേക്ക് കടന്നു വരണമേ കർത്താവേ, ഞങ്ങളുടെ കുറവുകളിലേക്ക് കടന്നു വരണമേ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ കർത്താവേ, എൻ്റെ ജീവിത പങ്കാളിയിലേക്ക് കടന്നു വരണമേ. ഹല്ലേലൂയ കർത്താവേ. ഇന്ന് നാം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട നാണയമായി മാറാതെ ദൈവകരങ്ങളിൽ സുരക്ഷിതമായിരിക്കുന്ന ജീവിതങ്ങളായി മാറുവാനും അതുവഴി ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ എന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.